ഹായ് ഓൾ. സോ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് സെഷനകത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീണ്ടും ഒരു വരവ് കൂടെ വരുന്നു. സോ വെൽക്കം ഓൾ. ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇത്തവണ ഡിറക്ഷൻ സെൻസ് എന്ന ടോപ്പിക്കിനകത്താണ് വന്നിട്ടുള്ളത്. സോ NMMS മാത്രമല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കോഡിംഗ് ഡീകോഡിംഗ് കഴിഞ്ഞാൽ ദെൻ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഒരു പെന്നും ഒരു പേപ്പറും മാത്രം കയ്യിലുണ്ടായാൽ മതി. സോ നിങ്ങളുടെ എക്സാമിനകത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അല്ലെങ്കിൽ ആൻസർ ഷീറ്റിനകത്ത് ജസ്റ്റ് സൈഡിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വരച്ച് നോക്കുക. ഞാൻ കാണിച്ചു തരാം എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. വരച്ച് നോക്കുക, ദെൻ ആൻസർ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താവുന്നതാണ്. സോ ഞാൻ ഇൻട്രോ കഴിഞ്ഞു. അങ്ങനെയാണ് എന്ത് ചെയ്യാം, അധികം ടൈം വേസ്റ്റ് ആക്കുന്നില്ല. മേ ബി ഒരു 10 or 15 മിനിറ്റ്സ് ഈ വീഡിയോ ഉണ്ടാവുന്നുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നോക്കാം. സോ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് പോകുന്നതിന് മുന്നേ അറിയേണ്ടത് വളരെ ബേസിക് ആയിട്ട് ഏത് ചെറിയ ക്ലാസ്സിൽ ചോദിച്ചാൽ കിട്ടുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യമല്ല, ഒറ്റ കാര്യമാണ്. ദെൻ നോക്കണേ. ഒന്ന്, സോ ഇത് ഇന്ത്യയുടെ മാപ്പ് എടുത്തിട്ട് ഇന്ത്യയുടെ മാപ്പിനകത്ത് മേ ബി കുറച്ച് ക്ലാരിറ്റി കുറവാണ്. അതല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യയുടെ മാപ്പിനകത്ത് എത്ര ഡിസ്ട്രിക്റ്റ് ഉണ്ട് എന്നൊന്നല്ല ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് നമ്മുടെ റെഡ് കളർ ആക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഈ മുകളിലെ ഭാഗം നോർത്ത് ഇന്ത്യ എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. സോ ഇവിടെ നോർത്തിന് N എന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് താഴെ നമ്മൾ ഇരിക്കുന്ന ഭാഗം അഥവാ കേരള ഞാൻ ഇവിടെ ഇതാണ്. സോ കേരള സൗത്ത് ഇന്ത്യയിലാണ്. സോ താഴെ ഞാൻ സൗത്ത് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, മുകളിൽ നോർത്ത് ഇന്ത്യ നോർത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ ഈ ഭാഗം നമ്മുടെ ISLനകത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നൊക്കെ പറഞ്ഞ ടീമൊക്കെ ഉണ്ടായിരുന്നു. സോ ഈ നോർത്ത് ഈസ്റ്റ് പറഞ്ഞ ഭാഗം ഏകദേശം ഈ റീജിയൻ ആണ്. ആൻഡ് ഇതായിരിക്കും നിങ്ങളുടെ ഈസ്റ്റ്. സോ ഇത് നിങ്ങളുടെ ഈസ്റ്റ് ആണ്. സോ ഓഫ് കോഴ്സ് നോർത്ത് പോയി സൗത്ത് പോയി ഈസ്റ്റ് പോയി, ദെൻ ഈ ഭാഗമായിരിക്കും. ഈസ്റ്റിന് ഓപ്പോസിറ്റ് ആണ് വെസ്റ്റ്. ഒന്നുമില്ല, നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമാണ്. വളരെ ബേസിക് ആയിട്ട് ഞാൻ ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ നിങ്ങൾക്ക് നോർത്ത് ഏതാ സൗത്ത് ഏതാ ഈസ്റ്റ് ഏതാ വെസ്റ്റ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാം. സോ ഡയറക്ഷൻ സെൻസ് ക്വസ്റ്റിനകത്ത് ഇത് അറിയല് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതറിയില്ലെങ്കിൽ ദെൻ നിങ്ങൾക്ക് പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ഇവിടെ വെസ്റ്റ്, ദെൻ ഈസ്റ്റ്. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദെൻ ഓഫ് കോഴ്സ് ഡയറക്ഷൻ സെൻസിനകത്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് പോകാം. സോ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. രാഹുൽ വാക്സ് 10 meter ടുവാർഡ്സ് ദ ഈസ്റ്റ്. ദെൻ ഇങ്ങോട്ട് നിൽക്കാം. ദെൻ ഹി ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 5 meter. അഗൈൻ ഹി ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 10 meter. ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പൊ രാവിലെ എവിടേക്ക് നടന്നു, കുറെ അങ്ങോട്ട് നടന്നു, ദെൻ ടേൺ എടുത്തു, വീണ്ടും നടന്നു, വീണ്ടും ടേൺ എടുത്തു, വീണ്ടും നടന്നു, ആൻഡ് ഫൈനലി അയാൾ ഒരു പോയിന്റിലെത്തി. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റും അയാളെ എൻഡിങ് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? സോ ഇങ്ങനെ വായിച്ചു നോക്കി ടൈം കളയാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ പേപ്പറിനകത്ത് വരച്ചു നോക്കി എന്താ ക്വസ്റ്റിനകത്ത് പറഞ്ഞത്. സോ ഫസ്റ്റ് പോയിന്റ് ഇനീഷ്യൽ പോയിന്റിനെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഇത്രയും വൃത്തിയിൽ വരയ്ക്കാവുന്നില്ല, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓരോ ക്വസ്റ്റിനും. സോ രാഹുൽ വാക്സ് 10 meter ടുവാർഡ്സ് ദ ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റ് ഏതാ? ഈസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടാണ്. നോർത്ത് ഈസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട്. ഓക്കെ ആണല്ലോ. സോ ഈസ്റ്റിൽ അയാൾ പോയിട്ടുണ്ട്. എത്രയോ? 10 ആണോ? റിമോട്ട് എന്തേ? സോ ഓക്കെ. സോ രാഹുൽ 10 meter പോയിട്ടുണ്ട്. 10 meter. അത് കഴിഞ്ഞിട്ട് ദെൻ ഹി ടേൺസ് റൈറ്റ്. എന്നിട്ട് റൈറ്റിലോട്ട് ടേൺ ചെയ്തു. അപ്പോൾ റൈറ്റിലോട്ട് ടേൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെ വന്നു. ഇയാളെ റൈറ്റ് എങ്ങോട്ടായിരിക്കും? താഴോട്ടാണല്ലോ. സംശയമുണ്ടോ? ഇല്ല. ലെഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട്, ആൻഡ് റൈറ്റ് പറഞ്ഞാൽ താഴോട്ട്. സോ താഴോട്ട് വന്നു, അതും മാർക്ക് ചെയ്തു. എത്രയാ? 5 meter. ഓക്കെ ആണല്ലോ. സോ ഇങ്ങോട്ട് 5. ദെൻ കഴിഞ്ഞില്ല, ഒരു ടേൺ കൂടെ എടുത്തു. സോ അഗൈൻ ഹി ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 10 meter. അപ്പോൾ അയാൾ വീണ്ടും ഒരു റൈറ്റ് ടേൺ കൂടെ എടുത്തു, ദെൻ 10 meter കൂടെ പോയി. സോ അന്നേരം നമുക്ക് മനസ്സിലാവും. ഇനി ഇവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടായിരിക്കും? ഒബ്വിയസ്ലി ഇങ്ങോട്ടായിരിക്കും. അങ്ങോട്ട് ലെഫ്റ്റ് ആണ്. സോ ഇങ്ങോട്ട് എന്താണ്? റൈറ്റ് ആണ്. ഞാൻ മാർക്ക് ചെയ്യുന്നു. സോ ഇങ്ങോട്ട് റൈറ്റ് ടേൺ എടുത്തിട്ട് 10 meter ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ ഇതാണല്ലോ എൻഡിങ് പോയിന്റ്. ഇത് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഞാൻ വേണമെങ്കിൽ ഇവിടെ എസ് എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എസ് ഉദ്ദേശം ഒന്നുമില്ല, സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആൻഡ് ഇവിടെ ഞാൻ എന്ന് മാർക്ക് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എൻഡിങ് പോയിന്റ്. സോ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഒബിയസ്ലി ഇത് 10 ഇത് 5 ആണെങ്കിൽ ദെൻ ഇത് റെക്റ്റാങ്കിൾ പോലെയാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് 5 എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ 5 എന്ന് കണ്ടുപിടിച്ച സ്ഥിതിക്ക് 5
മീറ്റർ, ഇതൊക്കെ മീറ്ററാണ്. 10 മീറ്റർ മീറ്റർ മീറ്റർ, ഇത് ഓൾറെഡി മീറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെയാണ് ആൻസർ എന്താ? ഓപ്ഷൻ എ ഇവിടെ കാണാം 5 മീറ്റർ ആണ്. ടിക്ക് ചെയ്യുക, ദെൻ അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോവാം. സോ ഇത്രയേ ഉള്ളൂ ഈ ഡിറക്ഷൻ സെൻസിൽ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടും. വളരെ ഈസിയാണ്. നോർത്ത് ഏതാ, സൗത്ത് ഏതാ, ഈസ്റ്റ് ഏതാ, വെസ്റ്റ് ഏതാ എന്ന് അറിഞ്ഞാൽ മാത്രം മതിയാകും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോയി നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ പേഴ്സൺ സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫേസിങ് നോർത്ത്. അപ്പൊ അയാള് നടക്കാൻ വേണ്ടി തുടങ്ങി നോർത്തിനെ ഫേസ് ചെയ്തിട്ട്. After walking 15 meter, he turns left and walks 10 meter. In which direction is he now moving? സോ ഞാൻ ഇവിടെ തന്നെ എഴുതി കാണിക്കാം. പേജ് ഇങ്ങനെ മാറ്റുന്ന സമയത്ത് ഒരുപാട് ടൈം പോകുന്ന പോലെ തോന്നുന്നു. സോ ഒരു പേഴ്സൺ ഉണ്ട്, ആൾ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. ദെൻ സ്റ്റാർട്ട് വാക്കിംഗ് ഫേസിങ് നോർത്ത്. അപ്പൊ നോർത്ത് ഫേസ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ നോർത്ത് എങ്ങോട്ടാ? മുകളിലേക്ക്. ഈ നോർത്ത് മുകളിൽ എന്ന് പറഞ്ഞാൽ ആകാശമാണെന്നും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ നോർത്ത് എങ്ങോട്ടായിരിക്കും? ഒബിയസ്ലി ഇങ്ങോട്ടായിരിക്കും. ഓക്കെ ആണല്ലോ. സോ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം ഒന്നും വിചാരിക്കല്ലേ. ആൻഡ് ഓക്കെ, അപ്പോൾ ആഫ്റ്റർ എന്താ പറഞ്ഞത്? നോർത്തിലോട്ട് പോയി. അപ്പോൾ ഇയാളെ നോർത്തിലോട്ട് ഇങ്ങോട്ട് പോയി. നമ്മൾ 2D വരയ്ക്കുന്ന സമയത്ത് നമുക്ക് മുകളിലോട്ട് തോന്നും, വിച്ച് ഡസൻ മീൻ ഇത് ആകാശത്തിലോട്ടാണെന്ന്. ഓക്കെ, സോ ഫേസ് നോർത്തിലോട്ട് പോയി. ആഫ്റ്റർ വാക്ക് 15 മീറ്റർ, വിച്ച് മീൻസ് അയാൾ 15 മീറ്റർ ആണ് നോർത്തിലോട്ട് പോയത്. ഓക്കെ ആണല്ലോ. ഹി ടേൺസ് ലെഫ്റ്റ്. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് അങ്ങോട്ടാ? അങ്ങോട്ടല്ലേ? അയാളുടെ ലെഫ്റ്റ് ഇത് റൈറ്റ് ആണ്, ഇത് ലെഫ്റ്റ് ആണ്. റൈറ്റ് ലെഫ്റ്റ് ഒക്കെ അറിയില്ലേ? ഓക്കെ, സോ ഇത് ലെഫ്റ്റ് ആണ്, സോ ഇത് ലെഫ്റ്റ്. ഓക്കെ, ദെൻ വാക്സ് 10 മീറ്റർ. അപ്പൊ ലെഫ്റ്റിൽ അയാൾ 10 മീറ്റർ പോയി. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി നൗ മൂവിങ്? അപ്പോൾ അയാൾ ഏത് ഡയറക്ഷനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഒബ്വിയസ്ലി ഇങ്ങോട്ട്. എന്താണ് ആ ഭാഗം? ഇത് ഈസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? വെസ്റ്റ്. അയാൾ ഇങ്ങോട്ടല്ലേ പോകുന്നത്, വിച്ച് മീൻസ് അത് ഏത് ഡയറക്ഷനിലാണ്? വെസ്റ്റ് ഡിറക്ഷനിൽ ആണ് പോകുന്നത്. നിങ്ങളുടെ ഓപ്ഷൻ ബി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ടിക്ക് ചെയ്യാം. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോയി നോക്കാം. ഓക്കെ ആണല്ലോ. സോ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. സുരേഷ് ഈസ് ഫേസിങ് സൗത്ത്. സുരേഷ് സൗത്തിനെ ഫേസ് ചെയ്യുന്നുണ്ട്. ഹി ടേൺസ് 180 ഡിഗ്രി ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ and then turns 90 degree in the clockwise direction. Which direction is he facing now? അപ്പോൾ സുരേഷ് എന്ത് ചെയ്തിട്ടുണ്ട്? സൗത്തിനെ ഫേസ് ആയിട്ടാണ് നിൽക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വരച്ചു നോക്കാം. സോ സൗത്തിനെ ഫേസ് ആയി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോ മാർക്കാണ് സുരേഷ് ഫേസ് ചെയ്യുന്നത് വിചാരിക്കാം. ഓക്കെ ആണല്ലോ. ദെൻ ഹി ടേൺസ് 180 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രി ചെരിഞ്ഞു അല്ലെങ്കിൽ ടേൺ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മീനിങ് എന്താ? ആൻഡ് ആന്റി ക്ലോക്ക് വൈസിൽ അത് പറഞ്ഞിട്ടുണ്ട്. സോ മേ ബി ഞാൻ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് കാണിക്കുന്ന സമയത്ത് ഞാൻ കൺഫ്യൂഷൻ വരാം. സോ 180 ഡിഗ്രി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോൾ ഇതാണ് സുരേഷിന്റെ ഹെഡ് എന്ന് വിചാരിക്കും. 180 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞാൽ ഒബിയസ്ലി ഇത് ഇങ്ങനെ വരും. ഓക്കെ, ഇത്രയും വന്നു കഴിഞ്ഞാൽ 90, വീണ്ടും വന്നു കഴിഞ്ഞാൽ 180. അപ്പോൾ ഇതാണ് 180. അപ്പോൾ താഴെയുള്ള ആൾ നേരെ എന്തായി? മുകളിലോട്ടായി. ഇനി 360 ആണ് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും? എവിടെയാണ് തുടങ്ങിയത് അവിടെ തന്നെ എത്തും. സോ ഇങ്ങനെ വന്നു 180, വീണ്ടും ഒരു 180, അതാണ് 360. അപ്പോൾ നമ്മുടെ കേസിനകത്ത് 180 പറഞ്ഞിട്ടുള്ളത്. സോ സുരേഷ് 180 ഡിഗ്രി തിരിഞ്ഞു ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, വിച്ച് മീൻസ് ക്ലോക്ക് കറങ്ങുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറങ്ങിയത്. സോ ഇതിനെ ഇങ്ങനെ ഇങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ സുരേഷിന്റെ ഹെഡ് ഇപ്പോൾ എങ്ങോട്ടാകും? ഇങ്ങനെയാകും. ഓക്കെ ആണല്ലോ. സോ ആരോ മാർക്ക് കൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ഇപ്പോൾ നോർത്ത് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സൗത്ത് ഫേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ എന്തായി? 180 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഫേസ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. ആൻഡ് ദെൻ ടേൺസ് 90 ഡിഗ്രി ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 180 ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങി. അപ്പോൾ ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ക്ലോക്ക് കറങ്ങുന്ന അതേ ടേണിൽ, വിച്ച് മീൻസ് ക്ലോക്ക് എങ്ങനെയാണ്? ഇത് നിങ്ങളുടെ ക്ലോക്ക് ആണേലോ, ക്ലോക്ക് എങ്ങനെ കറങ്ങുന്നത്? ഇങ്ങനെയല്ല കറങ്ങുന്നത്. സോ അതുപോലെ ഞാൻ സുരേഷിനെ കറക്കി 90 ഡിഗ്രി കറക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ആൾ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇത് ഏത് ഡയറക്ഷനിലാണ്? സംശയം ഉണ്ടോ? ഇല്ല. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ മാർക്ക് ചെയ്യാം. സോ ഇത് ഏത് ഡയറക്ഷനാ? ഈസ്റ്റ് അല്ലേ? സംശയം ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണ് എന്ത് ചെയ്യാം? ഇവിടെ ടിക്ക് ചെയ്യാം. ദെൻ അടുത്ത ക്വസ്റ്റ്യനകത്ത് പോകാം. സോ ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇതൊരു കൈൻഡ് ഓഫ് ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് നോർത്ത് ഏതാ, സൗത്ത് ഏതാ, ഈസ്റ്റ് ഏതാ, വെസ്റ്റ് ഏതാ എന്ന് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇനി കുറച്ചും കൂടെ ഒരു സ്റ്റെപ്പും കൂടെ മുകളിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എവിടത്? ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. A man walks 6 kilometer north, then turns east and walks 8 kilometer. Okay, എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട്? Blah 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 blah. How far and in which direction is he now with respect to his starting point? അപ്പോൾ രണ്ട് കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇത്തവണ ഡിറക്ഷൻ മാത്രമല്ല,
അയാൾ എത്ര ദൂരത്തിലാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റിലോട്ട് ആൻഡ് തമ്മിലുള്ള ഡയറക്ഷൻ ഏതാ. സോ ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്, 2 കാര്യങ്ങൾ. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, ഇത്തവണ കുറച്ച് കാൽക്കുലേഷൻ വന്നു എന്ന് മാത്രം. ഓക്കെ ആണല്ലോ. സോ ഞാൻ ഇവിടെ തന്നെ കാണിക്കാം. എ മാൻ വാക്ക് 6 കിലോമീറ്റർ നോർത്ത്. അപ്പോൾ ഒരാൾ ഇവിടെ ഉണ്ട്, അയാൾ 6 കിലോമീറ്റർ നോർത്തിൽ പോയി. സോ മുകളിലോട്ട് ഒരു 6 കിലോമീറ്റർ പോയി. ഓക്കെ ആണല്ലോ. ദെൻ ടേൺസ് ഈസ്റ്റിലോട്ട് പോയി. സോ ഈസ്റ്റ് ഏതാ, അങ്ങോട്ടാണല്ലോ. സോ ഈസ്റ്റിലോട്ട് പോയി. ദെൻ 8 കിലോമീറ്റർ. അപ്പം ഇതിനകത്ത് 8 കിലോമീറ്റർ. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചു, ഹൗ ഫാർ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി നൗ വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഇതാണ് എൻഡിങ് പോയിന്റ് ഇ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഡയറക്ഷനിലാണ്? ഈ ഡയറക്ഷൻ ഏതാ? ഈ ഡയറക്ഷൻ. നേരത്തെ നിങ്ങൾക്ക് നോർത്ത് ഏതാ, സൗത്ത് ഏതാ, ഈസ്റ്റ് ഏതാ, വെസ്റ്റ് ഏതാന്നൊക്കെ പറഞ്ഞു തന്നു. ആൻഡ് അതിനകത്തൊരു കാര്യം വിട്ടുപോയി. സോ എവിടെ അത്, ഗ്രാഫ് അവിടെ അല്ല, മാപ്പ് അവിടെ. ഓക്കെ, ഇതാ. സോ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനകത്ത് ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ ഒരു ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ അതാണ് എന്ത്. അയ്യോടാ കുട്ടാ, ഇവിടെ നേരത്തെ മാറിപ്പോയ പറഞ്ഞപ്പോ. ചേടാ ശ്രദ്ധിക്കണ്ടേ കുട്ടാ, ഇതെന്താ, ഇതാണ് ഈസ്റ്റ്, ഇതാണ് വെസ്റ്റ്. സോറി ഗൈസ്, നേരത്തെ പറഞ്ഞ സമയത്ത് മാറിപ്പോയതാണ്. സോ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഡിറക്ഷൻ കാണിച്ച സമയത്ത് മാറിപ്പോയി. ഓക്കെ ആണല്ലോ. സോ മേ ബി നിങ്ങൾ തുടക്കത്തിൽ ഇതിനകത്ത് താഴെ സാർ തെറ്റിച്ചു എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ടാവും. അത് എന്ത് ചെയ്യുക, ഒന്ന് റിമൂവ് ആക്കുക ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട്. സോ നോർത്ത് ഈസ്റ്റ്, അപ്പോൾ നോർത്തും ഈസ്റ്റും കൂടെ ഇതിനകത്ത് നമ്മൾ പറയും നോർത്ത് ഈസ്റ്റ്. അപ്പോൾ ഇതാണ് നോർത്ത് ഈസ്റ്റ്. ഇനി ഇതിന്റെ ഇൻ ബിറ്റ്വീൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും നോർത്ത് വെസ്റ്റ്. ഓക്കെ ആണല്ലോ. സോ ഇൻ ബിറ്റ്വീൻ ഈ ഡയറക്ഷൻ ആണ് നോർത്ത് വെസ്റ്റ്. ഇനി ഈ സൗത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും സൗത്ത് ഈസ്റ്റ്. ആൻഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും സൗത്ത് വെസ്റ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ നോർത്ത് സൗത്തിനെ ബേസ് ആക്കിയിട്ട് എടുത്തിട്ട് ഇൻ ബിറ്റ്വീൻ വരുന്ന ഓരോ ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ കൊടുക്കും. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ മേ ബി നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി പോകും. സോറി, ഞാൻ വീണ്ടും സോറി പറയാണ്. ആക്ച്വലി ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ എഴുതിയ സമയത്ത് മാറിപ്പോയതാണ്. സോ ഓക്കെ ആണല്ലോ. സോ വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ അത്. ഓക്കെ, അപ്പൊ നമ്മൾ എൻഡിങ് പോയിന്റ് ഇതാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റും ഇതുപോലെ നിൽക്കുന്നത്, വിച്ച് മീൻസ് ഇത് ഏത് ഡയറക്ഷനാ നിങ്ങൾ നേരത്തെ കാണിച്ചു തന്നു, ഇതാണ് നോർത്ത്, ഏതാണ് ഈസ്റ്റ്. ഓക്കെ ആണല്ലോ. സോ ഇത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പൊ ഓപ്ഷനകത്ത് നോർത്ത് ഈസ്റ്റ് ഉണ്ടോ? ഓപ്ഷനകത്ത് 10 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ് വന്നിട്ടുണ്ട്, 14 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ് വന്നിട്ടുണ്ട്, ആൻഡ് ഇവിടെ സൗത്ത് വെസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അതിൻ്റെ അടുത്തത് 14 കിലോമീറ്റർ നോർത്ത്, ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ഈ 2 ഓപ്ഷൻസും റോങ് ആണ്. ഇനി നമ്മുടെ കയ്യിലുള്ളത് 2 ഓപ്ഷൻസ് ആണ്, എ ഉണ്ട് സി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഈ ഡയറക്ഷൻ നോക്കണം. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതെന്താണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണ്. നിങ്ങൾക്ക് പൈത്തഗോറസ് തിയറം നിങ്ങൾ ആ മാത്സിനകത്ത് പഠിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡയറക്ഷൻ അതല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ ഇതെന്തായിരിക്കും, √8² + 6² അതല്ലേ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ √100 എന്ന് വരും, അഥവാ 10. സോ ഇതെന്തായിരിക്കും, 10 കിലോമീറ്റർ ആയിരിക്കും. സോ 10 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ് ഏതാ, ഓപ്ഷൻ എ. ഓക്കെ ആണല്ലോ. സോ വീണ്ടും പറയാണ്, മേ ബി നിങ്ങൾ നേരത്തെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും, എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് വന്നു പോയി, എഴുതിയ സമയത്ത് തെറ്റിപ്പോയതാണ്. സോ ഒന്നുകൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ഇന്ത്യയുടെ മാപ്പ് മാത്രം ആലോചിച്ചാൽ മതി. മുകളിൽ നോർത്ത് ഇന്ത്യയാണ്, അപ്പോൾ നമ്മൾ നോർത്ത് എഴുതി. നമ്മൾ ഇരിക്കുന്നത് കേരള സൗത്ത് ഇന്ത്യയിലാണ്, നമ്മൾ സൗത്ത് എഴുതി. ആൻഡ് ഈ ഭാഗം നോർത്ത് ഈസ്റ്റ്, ഈ ഭാഗമാണ് ഈസ്റ്റ്, ആൻഡ് ഈ ഭാഗം ഓപ്പോസിറ്റിൽ വരുന്നത് വെസ്റ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നേരത്തെ ഞാൻ ഇവിടെ എഴുതിയ സമയത്ത് മാറിപ്പോയതാണ്. നോർത്ത് ഇതാണ്, സൗത്ത് ഇതാണ്, ഈസ്റ്റ് ഇതാണ്, വെസ്റ്റ് ഇതാണ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ വരുന്ന ഡയറക്ഷൻ നിങ്ങൾക്ക് നോർത്തിനെയും സൗത്തിനെയും ബേസ് ആയിട്ട് എടുക്കാം. ഓക്കെ ആണല്ലോ. സോ വീണ്ടും മുന്നോട്ട് പോവുകയാണേ. സോ അടുത്ത ക്വസ്റ്റ്യൻ, പോയിന്റ് ബി ഈസ് 12 മീറ്റർ ഈസ്റ്റ് ഓഫ് പോയിന്റ് എ. അപ്പോൾ പോയിന്റ് എൻ്റെയും പോയിന്റ് ബിൻ്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 12 മീറ്റർ ആണ്. ആൻഡ് പോയിന്റ് എന്റെ ഈസ്റ്റിലാണ് ആരിയ്ക്കുന്നത്, പോയിന്റ് ബി ഇരിക്കുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ്റെ ബാക്കി, പോയിന്റ് സി ഈസ് 5 മീറ്റർ സൗത്ത് ഓഫ് പോയിന്റ് ബി. അപ്പോൾ പോയിന്റ് ബിയുടെ സൗത്തിലാണ് ആരിയ്ക്കുന്നത്, പോയിന്റ് സി ഇരിക്കുന്നത്. ആൻഡ് 5 മീറ്റർ ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസും ഉണ്ട്. വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് പോയിന്റ് സി? അപ്പോൾ നമ്മൾ പോയിന്റ് എ ആദ്യം നോക്കാം. പോയിന്റ് എ പോയിന്റ് ബി മാർക്ക് ചെയ്യാം, എന്നിട്ട് പോയിന്റ് സിയിലോട്ട് വരാം. സോ പോയിന്റ് ബി ഈസ് 12 മീറ്റർ ഈസ്റ്റ് ഓഫ് പോയിന്റ് എ. അപ്പോൾ പോയിന്റ് എ ഇവിടെ ആദ്യം മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പോയിന്റ് ബി ഈസ് 12 മീറ്റർ ഈസ്റ്റ് ഓഫ് പോയിന്റ് എ. സോ പോയിന്റ് ബി ഇവിടെ വെച്ചു, 12 മീറ്റർ എഴുതി. അപ്പോൾ
പോയിന്റ് എന്റെ ഈസ്റ്റിലാണല്ലോ പോയിന്റ് ബി ഉള്ളത്, കറക്റ്റ് ആണല്ലോ. പോയിന്റ് ബി ഈസ് 12 മീറ്റർ ഈസ്റ്റ് ഓഫ് പോയിന്റ് എ, അത് കറക്റ്റ്. ഇനി ബാക്കി പോയിന്റ് സി ഈസ് 5 മീറ്റർ സൗത്ത് ഓഫ് പോയിന്റ് ബി. സോ പോയിന്റ് സി പോയിന്റ് ബിയുടെ സൗത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ് ബി ഇവിടെയാണ്, പോയിന്റ് ബിയുടെ സൗത്ത് എങ്ങോട്ടാണ്? താഴോട്ടാണ്. അവിടെ ആരുണ്ട്? സി ഉണ്ട്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് എന്താണ്? അത് 5 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് പോയിന്റ് സി? ഇപ്പൊ നിങ്ങളോട് ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചത്, ഡയറക്ഷൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ പോയിന്റ് എയും പോയിന്റ് സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ ക്വസ്റ്റൻ അത് ചോദിച്ചു. ഇത് 12 ആണ്, ഇത് 5 ആണ്. അഗൈൻ ഇതെന്താണ്? ഒരു പൈത്തഗോറസ് ട്രയാങ്കിൾ ആണ്. നിങ്ങൾക്ക് പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ വാല്യൂ, അതല്ലെങ്കിൽ എയും സിയും തമ്മിലുള്ള ഡയറക്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 13 ആയിരിക്കും. സോ 13 മീറ്റർ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഇനി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പം അന്നേരം നിങ്ങൾക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ വാല്യൂസ് മിക്ക സമയത്തും അതിൽ പൈത്തഗോറൻ ട്രിപ്ലറ്റ്സ് നമ്മൾ ഇതിനെ പറയാറ്. സോ മിക്ക സമയത്ത് ഈ ഡയറക്ഷൻ സെൻസിനകത്ത് ക്വസ്റ്റ്യൻസ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ ഈ പൈത്തഗോറൻ ട്രിപ്ലറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്പേഴ്സ് എടുക്കാറ്. സോ നിങ്ങൾ ഈ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ടൈം കളയുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് നിങ്ങൾ ഈ നമ്പേഴ്സ് ഒക്കെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുന്നത്. സോ 3ഉം 4ഉം വന്നു കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഒബിയസ്ലി 5 ആയിരിക്കും. ഓക്കെ ആണല്ലോ? സോ 5 ആയിരിക്കും. ആൻഡ് 5 and 12 വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് കണ്ടു 13 ആയിരിക്കും. ആൻഡ് 7, 24, 25 ഇതും ഒരു പൈത്തഗോറൻ ട്രിപ്ലറ്റ് ആണ്. ആൻഡ് അതുപോലെ വീണ്ടും അതിനകത്ത് കാണിച്ചുതരാം. 6, 8, 10 ഈ 3 നമ്പർ എന്താണ്? പൈത്തഗോറൻ ട്രിപ്ലറ്റ് ആണ്. സോ ബാക്കി ഈ താഴെയുള്ളതൊന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഫസ്റ്റ് റോ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാവുന്ന ബൈ ഹാർട്ട് ചെയ്യുക. 3, 4, 5, 5, 12, 13 അതുപോലെ 7, 24, 25, 6, 8, 10 ഈ ഒരു 4 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യാവുന്ന ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിനകത്ത് കുറേയും കൂടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണല്ലോ നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് GK ജനറൽ നോളജ് നിങ്ങൾ അടുത്ത് ഉണ്ടായിരിക്കണം. ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാം. സണ്ണ് റൈസ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? ഒബിയസ്ലി ഈസ്റ്റിൽ നിന്നാണ് സണ്ണ് റൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് അറിയാമെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, വൺ മോർണിംഗ് ആഫ്റ്റർ സൺറൈസ് വിക്രം ആൻഡ് നീലേഷ് വേർ സ്റ്റാൻഡിങ് ഫേസ് ടു ഫേസ് ഇൻ എ പാർക്ക്. അപ്പോൾ ഒരു മോർണിംഗ് സൺറൈസ് കണ്ടില്ല, മോർണിംഗില വിക്രമും നീലേഷും പാർക്കിനകത്ത് ഫേസ് ടു ഫേസ് നിൽക്കുകയാണ് എന്നാണ് ക്വസ്റ്റിനകത്ത് ഇത്രയും പറഞ്ഞത്. ഇനി ബാക്കി, ഇഫ് നീലേഷ് ഷാഡോ fell exactly to left of വിക്രം, വിക്രമിന്റെ ലെഫ്റ്റിലാ നീലേഷിന്റെ ഷാഡോ വന്നു കഴിഞ്ഞാൽ which direction was വിക്രം ഫേസിങ്? ഏത് ഡയറക്ഷനിലാണ് വിക്രം ഫേസ് ചെയ്യുന്നത്? സോ ഈ ക്വസ്റ്റ്യൻ മേ ബി കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് ഫീൽ ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബേസിക് ആയിട്ടൊരു കാര്യം അറിയണം. മോർണിംഗ് ടൈമിൽ ഷാഡോസ് എല്ലാം വെസ്റ്റിലോട്ടായിരിക്കും വരുന്നത്. അതൊരു ജനറൽ നോളജ് ആണ്, നിങ്ങൾക്ക് അത് അറിയാമെന്ന് വിചാരിക്കുകയാണ്. അറിയില്ലെങ്കിൽ ഇപ്പൊ പഠിക്കാം. മോർണിംഗ് ടൈമിൽ ഷാഡോസ് എല്ലാം വെസ്റ്റിലോട്ടായിരിക്കും വരുന്നത്. സോ നിങ്ങൾ നീലേഷും ആരാണ് വിക്രമും ഫേസ് ടു ഫേസ് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഞാൻ ഡ്രോയിങ്ങിൽ അത്രയും ടോപ്പ് അല്ല. സോ അത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ ആണല്ലോ? കളഞ്ഞു. ദെൻ യെല്ലോ കളർ എടുക്കാം. കം ഓൺ. ഓക്കെ. സോ ഇതാരാ? ഈ ട്രയാങ്കിൾ ഉദ്ദേശിച്ചത് ഞാൻ നോസ് ആണ്. ആൻഡ് ഇത് വിക്രം ബി എന്ന് എഴുതുന്നുണ്ട്, VI വിക്രം. ആൻഡ് നീലേഷിന് ഞാൻ ഇവിടെ NI എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഒരാൾ ഇത് ഇങ്ങനെ ഫേസ് ടു ഫേസ് വേണം. ഞാൻ ഇങ്ങനെ നിൽക്കുന്നു, ഇത് വിക്രാന്ന് വിചാരിക്കുക, ഞാൻ വിക്രാന്ന് വിചാരിക്കുക. ആൻഡ് ഇവിടെ നീലേഷ് ഉണ്ട്. സോ ഇങ്ങനെ ഫേസ് ടു ഫേസ് നിൽക്കാം. ഇത് ഒരു പോസിബിലിറ്റി. വേണമെങ്കിൽ ഇങ്ങനെ നിന്നൂടെ? ശ്രദ്ധിക്കണേ. വേണമെങ്കിൽ ഇങ്ങനെ നിൽക്കാം. സോ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. എങ്ങനെ പറഞ്ഞു തരിക? ഓക്കെ. ഞാൻ നിങ്ങളെ ഫേസ് ചെയ്ത് നിൽക്കുന്നു, അതുപോലെ നിങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. സോ നിങ്ങൾ എന്നെയും, ഇപ്പം നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കാം. ഓക്കെ. സോ ഇങ്ങനെ ഫേസ് ടു ഫേസ് ആകാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഫേസ് ടു ഫേസ് ആകാം. സോ ഇങ്ങനെയൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. ഏതാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞ ഡീറ്റെയിൽ on one morning after sunrise വിക്രം ആൻഡ് നീലേഷ് were standing face to face in a park. അപ്പോൾ ഫേസ് ടു ഫേസ് നിൽക്കാൻ വേണ്ടി ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. കറക്റ്റ് പോസിബിലിറ്റി ഏതാ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ ഈ ക്വസ്റ്റിനകത്ത് ആൻസർ കിട്ടുള്ളൂ. ആൻഡ് ഇഫ് നീലേഷ് ഷാഡോ ഫെൽ എക്സാക്ട്ലി ടു ദ ലെഫ്റ്റ് ഓഫ് വിക്രം, അതാണ് ഇതിന്റെ ഹിന്റ്. വിക്രമിന്റെ ലെഫ്റ്റിലോട്ട് വരണം എന്ത്? നീലേഷിന്റെ ഷാഡോ. പക്ഷേ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ
ഇത് നമ്മുടെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അത് കാണിക്കാം. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. സോ സണ്ണ് റൈസ് ആവുന്ന ഈസ്റ്റിലാണ്. സോ ഷാഡോ എങ്ങോട്ടായിരിക്കും വരുന്നത്? വെസ്റ്റിലോട്ടാണല്ലോ. അത് ഞാൻ പറഞ്ഞു തന്നു. ഷാഡോ മോർണിംഗിനകത്ത് വെസ്റ്റിലോട്ടായിരിക്കും വരുന്നത്. സോ വിക്രത്തിന്റെ ഷാഡോ എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും. ഷാഡോ വിക്രം വി ഐ എഴുതുന്നുണ്ട്. ഷാഡോ വിക്രം. ഓക്കെ ആണല്ലോ. ആൻഡ് നീലേഷിന്റെ ഷാഡോ അങ്ങോട്ട് പോകും. അത് ഇങ്ങോട്ട് വരും വെസ്റ്റിലോട്ട്. നീലേഷിന്റെ വെസ്റ്റ് എവിടെ? അതും അങ്ങോട്ട്. വിക്രത്തിന്റെ വെസ്റ്റ് എവിടെ? അതും അങ്ങോട്ട്. അപ്പൊ നീലേഷിന്റെ ഷാഡോ ഇങ്ങോട്ട് വരും. അപ്പോൾ ഞാൻ ഇവിടെ നീലേഷ് അല്ല ഷാഡോ നീലേഷ്. ഓക്കെ, ഇത് നീലേഷ് ഷാഡോ എന്ന് എഴുതിയത് മേ ബി നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടാവില്ല, ഒന്ന് മനസ്സിലാക്കി വെക്കാം. സോ ഇത് ഷാഡോ വിക്രം അങ്ങോട്ടാ ആൻഡ് നീലേഷിന്റെ ഷാഡോയും അങ്ങോട്ട്. പക്ഷേ ക്വസ്റ്റിനകത്ത് പറഞ്ഞു, ശ്രദ്ധിക്കണേ, ക്വസ്റ്റിനകത്ത് പറഞ്ഞു ഇഫ് നീലേഷ് ഷാഡോ ഫെൽ എക്സാക്ട്ലി ടു ദ ലെഫ്റ്റ് ഓഫ് വിക്രം. വിക്രത്തിന്റെ ലെഫ്റ്റിനകത്തോട്ട് വരണം. വിക്രത്തിന്റെ ലെഫ്റ്റ് അങ്ങോട്ടായിരിക്കും. വിക്രം ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. വിക്രം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വിക്രത്തിന്റെ റൈറ്റ് ഇങ്ങോട്ട്, നിങ്ങളുടെ അടുത്തേക്കാണ് വിക്രത്തിന്റെ റൈറ്റ്. ലെഫ്റ്റ് ടിവിനകത്തോട്ടാണ് എന്താ വിക്രത്തിന്റെ ലെഫ്റ്റ്. സോ നീലേഷിന്റെ ഷാഡോ ഇങ്ങോട്ട് വന്നു, വിച്ച് മീൻസ് ഇങ്ങോട്ടാകണമായിരുന്നു. ഓക്കെ ആണല്ലോ. ഇങ്ങോട്ട് ആകണമായിരുന്നു ആരുടെ ഷാഡോ വരേണ്ടത്? നീലേഷിന്റെ ഷാഡോ വരുന്നത്. വിച്ച് മീൻസ് അവര് ഇങ്ങനെ അല്ല നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ ക്വസ്റ്റിനകത്ത് പറഞ്ഞ പ്രകാരം ലെഫ്റ്റില് വിക്രത്തിന്റെ ലെഫ്റ്റിലോട്ടാണ് നീലേഷിന്റെ ഷാഡോ വരുന്നത്. പക്ഷെ അങ്ങനെ വരുന്നില്ല. അപ്പൊ നമ്മൾ ഈ കേസ് ചെക്ക് ചെയ്ത സമയത്ത് അങ്ങനെ വരുന്നില്ല. വിച്ച് മീൻസ് ഈ ഒരു ഹോൾ നമ്മളെടുത്ത സിനാരിയോ ഈസ് ആക്ച്വലി റോങ്. അപ്പൊ ഇതല്ല എടുക്കേണ്ടത്. ഇനി ഇതും ടെസ്റ്റ് ചെയ്ത് നോക്കാം. വിച്ച് മീൻസ് നമ്മൾ നിൽക്കുന്ന പോലെ. ഓക്കെ ആണല്ലോ. സോ ഇതിനകത്ത് ഞാൻ ഇവിടെ കാണിച്ച സമയത്ത് കുറച്ച് ചെരിഞ്ഞു പോയിട്ടുണ്ട്. സോ അത് 2D വരക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ്. ആൻഡ് ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് അവർ തമ്മിൽ നമ്മൾ നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇത് സൺ ഇവിടെ ഉണ്ട്. സൺ ഈസ്റ്റിലാണ് ആൻഡ് വെസ്റ്റിലായിരിക്കും ഇതിൻ്റെ ഷാഡോസ് എല്ലാം വരുന്നത്. സോ ഇത് വിക്രം വി ഐ എന്ന് എഴുതുന്നുണ്ട്. ഇത് നീലേഷ് എൻ ഐ എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ ആണല്ലോ. സോ ഞാൻ നീലേഷിന്റെ ഷാഡോ അങ്ങോട്ടായിരിക്കും വരുന്നത്, ഇങ്ങോട്ട്. ഓക്കെ ആണല്ലോ. ആൻഡ് നീലേഷിന്റെ ഷാഡോ ഇത് ആൻഡ് വിക്രത്തിന്റെ ഷാഡോ അങ്ങോട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. കാരണം എന്താ? സണ്ണ് അവിടെ ഈസ്റ്റിലാണ്, വെസ്റ്റ് ഇങ്ങോട്ടാണ്. ഓക്കെ ആണല്ലോ. സോ ഇത്ര നേരം പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നീലേഷിന്റെ ഷാഡോ ഞാൻ ഇവിടെ NI ഷാഡോ എന്ന് എഴുതുന്നുണ്ട്. നീലേഷിന്റെ ഷാഡോ NI ഷാഡോ എഴുതുന്നുണ്ട്. ആൻഡ് വിക്രത്തിന്റെ ഷാഡോ VI ഷാഡോ എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, മേ ബി എഴുതിയത് കുറച്ച് വൃത്തി ഉണ്ടാവില്ല, മനസ്സിലാക്കി വെക്കാം. സോ നീലേഷിന്റെ ഷാഡോ ഇങ്ങോട്ടാ, അതുപോലെ വിക്രത്തിന്റെ ഷാഡോ ഇങ്ങോട്ടാ. ഇനി ശ്രദ്ധിക്കണേ, ക്വസ്റ്റിനകത്ത് പറഞ്ഞു നീലേഷിന്റെ ഷാഡോ വിക്രത്തിന്റെ ലെഫ്റ്റിലോട്ട് വരണം. സോ വിക്രത്തിന്റെ ലെഫ്റ്റ് അങ്ങോട്ടാണ്, ഇങ്ങോട്ടല്ലേ? വിക്രത്തിന്റെ ലെഫ്റ്റ് ഇങ്ങോട്ട് ആൻഡ് നീലേഷിന്റെ ഷാഡോ അങ്ങോട്ട് വന്നു, അങ്ങോട്ട് തന്നെ വന്നു. വിച്ച് മീൻസ് അവർ തമ്മിൽ ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ അങ്ങോട്ടാ. ഇതായിരിക്കും നോർത്ത്. ആൻഡ് ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് സൗത്ത് ആൻഡ് ഇതാ ഇങ്ങോട്ടുള്ളത് ഈസ്റ്റ്, ഇങ്ങോട്ടുള്ളത് വെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ വിക്രം എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? ഒബിയസ്ലി നോർത്തിലോട്ടാണ് വിക്രം ഫേസ് ചെയ്യുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? നോർത്ത്. റെഡിയാണല്ലോ. സോ നമ്മൾ 2 പോസിബിലിറ്റി ചെക്ക് ചെയ്തു. വേണമെങ്കിൽ ഇങ്ങനെ നിൽക്കാം. ഓക്കെ, ഒരാൾ ഇവിടെ, ഒരാൾ ഇവിടെ. അതല്ലേ നമ്മൾ നിൽക്കുന്ന പോലെ. ഇങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുന്നു, നിങ്ങൾ എൻ്റെ ഫേസ് ടു ഫേസിൽ ഇരിക്കുന്നു. സോ നമ്മൾ നിൽക്കുന്ന പോലെ ആകാം. സോ നമ്മൾ കണ്ടുപിടിച്ചു നമ്മൾ ഫേസ് ടു ഫേസ് നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ നിങ്ങളാണ് വിക്രം എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റിനകത്തായിരിക്കും എൻ്റെയും ഷാഡോ വരുന്നത്. എൻ്റെ ഇങ്ങോട്ടായിരിക്കും ഷാഡോ വരുന്നത്. സണ്ണ് അവിടെയാണേല എൻ്റെ ഇങ്ങോട്ട് ഷാഡോ വരും ആൻഡ് നിങ്ങൾ അങ്ങോട്ടും ഷാഡോ വരും. വിച്ച് മീൻസ് നിങ്ങളുടെ ലെഫ്റ്റിനകത്താണല്ലോ എൻ്റെ ഷാഡോ വന്നത്. അതാണ് നിങ്ങൾ വിക്രാന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ലെഫ്റ്റിനകത്താണ് എൻ്റെ ഷാഡോ വന്നത്. വിച്ച് മീൻസ് നിങ്ങളുടെ ലെഫ്റ്റിൽ ആണെങ്കിൽ ഞാൻ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? ഒബിയസ്ലി നോർത്തിലോട്ട്. ഓക്കെ ആണല്ലോ. അല്ല, തെറ്റിയോ? ഇല്ല. ഓക്കെ, സോ ആൻസർ എന്താ? നോർത്തിലോട്ട് ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ അങ്ങനെയാണേല പറഞ്ഞതിനകത്ത് കൺഫ്യൂഷൻ ആയോ? ഓക്കെ, ഒന്നുകൂടെ നോക്കാം. സോ ഞാൻ ഇവിടെ നിൽക്കുന്നു ആൻഡ് നിങ്ങൾ അവിടെ നിൽക്കുന്നു. ഞാൻ നീലേഷ്, നിങ്ങൾ വിക്രം. ഓക്കെ, സോ വിക്രം എങ്ങോട്ടാ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അത് ചോദിച്ചു. സോ വിക്രം, ഓക്കെ ഒന്നുകൂടെ പറയാം. ഞാൻ നീലേഷാണ്, നിങ്ങൾ വിക്രാണ്. നിങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ വിക്രം. സോ സണ്ണ് അവിടെ ഉണ്ട്. സണ്ണ് എന്താണ്? ഈസ്റ്റിലാണ്. നിങ്ങളുടെ ഈസ്റ്റിനകത്ത് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. സോ സണ്ണ് അവിടെ നിന്ന് വരികയാണെങ്കിൽ എൻ്റെ ഷാഡോ ഇങ്ങോട്ട് പോകും ആൻഡ് അതെന്താണ്? നിങ്ങളുടെ ലെഫ്റ്റിനകത്താണ്. സോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഒബിയസ്ലി നോർത്തിലോട്ടാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ വിക്രം എങ്ങോട്ട് ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അത് ചോദിച്ചു. സോ നോർത്തിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി കൺഫ്യൂഷൻ്റെ കാര്യമില്ല. അങ്ങനെയാണേല ഞാൻ മേ ബി ഈ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട്
ഫീൽ ചെയ്യാം ക്വസ്റ്റ്യൻ ആക്ച്വലി കുറച്ച് ഹാർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ആയിരുന്നു. ബേസിക് ആയിട്ട് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, ജനറൽ നോളജ് ആണ്. സൺറൈസ് ചെയ്യുന്ന ഈസ്റ്റിലാണ് ആൻഡ് മോർണിംഗ് ടൈമിൽ വെസ്റ്റിലാണ് ഷാഡോസ് വരുന്നത്. ഈ കാര്യം അറിയാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇമാജിനേഷനും കൂടെ ഉണ്ടെങ്കിൽ ദെൻ ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു സെഷനും കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത സെഷനകത്ത് കാണാം. ടിൽ ദെൻ ബൈ.